ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും യുവർ സൈക്കോമെറ്റ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിയറീൻ്റെ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. പിന്നെ ഒരു പ്രോബ്ലത്തിൻ്റെ വീഡിയോ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമ്മിൽ നമ്മൾ തിയറി 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എക്സ്പ്ലെയിൻ ദ 2 മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് കോമൺലി യൂസ്ഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന 2 മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 രീതിയിൽ നമ്മൾ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ 4 മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് നമ്മൾ കണ്ടുപിടിക്കുന്ന കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് കോൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സും ഒന്ന് ബൗളീസിൻ്റെ മെഷർ ഓഫ് സ്ക്യൂനെസ്സും ആണ്. പിന്നെ കെല്ലീസിൻ്റെ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം ഇക്വേഷൻ ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളടുത്ത് ഈ കണ്ടുപിടിക്കാനുള്ള ഡാറ്റയൊക്കെ തന്നിട്ട് നിങ്ങളോട് പറയും കാൾ പിയേഴ്സൺ വെച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കെല്ലീസിൻ്റെ വെച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബൗളീസിൻ്റെ വെച്ച് കണ്ടുപിടിക്കുക. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ 3 ഇക്വേഷനും ആദ്യത്തെ 3 ഇമ്പോർട്ടൻ്റ് ആണ്. കെല്ലിൻ്റെയും കോളിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ബൗളീസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുണ്ട് J is equal to കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് is equal to മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീനിൽ നിന്ന് മോഡ് മൈനസ് ചെയ്ത് അതിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ J എന്ന് പറയുന്നത് എന്താണ്? കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ J is equal to 0, അതായത് സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ J എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. വി കനോട്ട് സേ ദാറ്റ് ഇഫ് J is equal to 0 ദ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി സിമ്മട്രിക്. ഇനി J is equal to 0 ആണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള J is equal to 0 ആണെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് സിമ്മട്രിക് ആണെന്ന്. J is equal to 0 ആണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ഈ സിമ്മട്രിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ J is equal to 0 ആണ്. എന്നിട്ട് എന്ന് വിചാരിച്ച് J is equal to 0 തന്നു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ സിമ്മട്രിക് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇനി ഇഫ് J ഗ്രേറ്റർ ദാൻ 0, അതായത് 0-നേക്കാട്ടിലും Jൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അതെപ്പോഴാണ് 0-നേക്കാട്ടിലും വലുതാവുക? പോസിറ്റീവ് വാല്യൂസ് വരിക. Jൻ്റെ വാല്യൂ പോസിറ്റീവായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പോസിറ്റീവ് സ്ക്യൂനെസ് എന്നാണ് പറയുന്നത്. ഇനി ഇഫ് J ലെസ് ദാൻ 0, അതായത് 0-നേക്കാട്ടിലും Jൻ്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴാണ് നമ്മൾ പറയുക? നെഗറ്റീവ് വാല്യൂസ് ആണ് Jയ്ക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് സ്ക്യൂനെസ് എന്നാണ് പറയുന്നത്. ഇനി സൈൻ ഓഫ് ദ കോഎഫിഷ്യൻ്റ് ഇൻഡിക്കേറ്റ് ദ നേച്ചർ ഓഫ് സ്ക്യൂനെസ് ആൻഡ് ദ ന്യൂമറിക്കൽ വാല്യൂ ഗീവ്സ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് സ്ക്യൂനെസ്. അതായത് ഈ J അല്ലെങ്കിൽ സൈൻ ഓഫ് ദ കോഎഫിഷ്യൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നേച്ചർ ഓഫ് സ്ക്യൂനെസ് ആണ്. അത് ആ സ്ക്യൂനെസ് എങ്ങനത്തെ രീതിയിലുള്ള അല്ലെങ്കിൽ അതെന്ത് നേച്ചറിലാണ് ഇരിക്കുന്നത് എന്ന് കാണിക്കാനുള്ളതാണ്. പിന്നെ ന്യൂമറിക്കൽ വാല്യൂ ഗീവ്സ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് സ്ക്യൂനെസ്. ആ സ്ക്യൂനെസിൻ്റെ എക്സ്റ്റെൻറ്റ് കൊടുക്കുകയാണെന്നുള്ളതാണ് ആ ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് വേണ്ടി തരുന്നത്. ഇനി വെൻ മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ്, മോഡ് ഡിഫൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ആൻ അപ്രോക്സിമേറ്റ് റിലേഷൻ കണക്ട് ഇൻ ദ 3 മെഷേഴ്സ് ക്യാൻ ബി യൂസ്ഡ്. ഈ 3 മെഷേഴ്സും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡ് അഥവാ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മോഡും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തരുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് മോഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോഡ് കണ്ടുപിടിക്കണം. അപ്പം മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. അതാണ് ഇക്വേഷൻ വരുന്നത്. ഇതിനെ മോഡിനെ ഒരു സ്ഥാനത്ത് നിർത്തി ബാക്കിയുള്ളതെല്ലാം സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മോഡ് എന്ന് പറയുന്ന സംഭവം കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? J is equal to മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ Jൻ്റെ വാല്യൂ കിട്ടും. അത് പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സ്ക്യൂനെസ് എന്നും, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് എന്തായിരിക്കും? നെഗറ്റീവ് സ്ക്യൂനെസ് എന്നാണ് പറയുന്നത്. പിന്നെ J is equal to 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ എഴുതാം എന്നുള്ളതാണ്. ഇനി അടുത്ത മെഷർ എന്ന് പറയുന്നത് ബൗളീസ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ കോർട്ടൈൽസ്, അതായത് കോർട്ടൈൽസിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബൗളി മെഷർ ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ആൻഡ് തേർഡ് കോർട്ടൈൽസ് ആർ ഇക്വി ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ. അതായത് ഈ മീഡിയനിൽ നിന്നും ഫസ്റ്റ് കോർട്ടയിലും തേർഡ് കോർട്ടയിലും ഈക്വൽ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ പ്രോബ്ലത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കോർട്ടൈൽസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കേട്ടോ. അപ്പോൾ അതിൽ നടുക്ക് വരുന്നത് മീഡിയൻ ആണ്. മീഡിയൻ്റെ അതായത് നമ്മളൊരു ലൈനിനെ അതായത് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ 3 പോയിൻറ്റ്സ് വരും. അതിൽ നടുക്ക് പോയിൻ്റ് മീഡിയനും അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഫസ്റ്റ് കോർട്ടയിലും ലെഫ്റ്റ് സൈഡിലുള്ളത് എന്തായിരിക്കും? തേർഡ് കോർട്ടയിലായിരിക്കും. അപ്പോൾ മീഡിയനിൽ നിന്നും നമുക്ക് ഫസ്റ്റ് കോർട്ടയിലേക്കുള്ള ദൂരം, മീഡിയനിൽ നിന്നും
നിന്ന് തേർഡ് ക്വാർട്ടൈലിലേക്കുള്ള ദൂരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വാർട്ടൈൽസിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. അതിൽ ഞാൻ ക്വാർട്ടൈൽസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ അത് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ Q3 മൈനസ് മീഡിയൻ ഇസ് ഈക്വൽ ടു മീഡിയൻ മൈനസ് Q3. അതായത് തേർഡ് ക്വാർട്ടൈലിൽ നിന്ന് നമ്മൾ മീഡിയൻ മൈനസ് ചെയ്താലും മീഡിയനിൽ നിന്ന് തേർഡ് ക്വാർട്ടൈൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതെന്താണ്? തേർഡ് ക്വാർട്ടൈലിൽ നിന്ന് മീഡിയൻ മൈനസ് ചെയ്യുന്നത് മീഡിയനിൽ നിന്നും തേർഡ് ക്വാർട്ടൈൽ മൈനസ് ചെയ്യുന്നതും ഈക്വൽ ആണെന്നുള്ളതാണ്. ദസ് ആൻ അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് Q3 മൈനസ് മീഡിയൻ മൈനസ് Q1 ബൈ Q3 മൈനസ് മീഡിയൻ പ്ലസ് എന്താണ് മീഡിയൻ മൈനസ് Q1 എന്ന് പറഞ്ഞിട്ട്. ആ ഇക്വേഷനെ നമ്മൾ കുറച്ചുകൂടെ ഇത് നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒന്നുകൂടെ ചുരുക്കിയിട്ട് എഴുതിയിട്ടുള്ളൊരു ഇക്വേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു Q3 പ്ലസ് Q1 മൈനസ് 2 ഇൻറ്റു മീഡിയൻ ബൈ Q3 മൈനസ് Q1 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. മറ്റേത് പഠിച്ചില്ലെങ്കിലും ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് നിങ്ങൾ ബൗളീസ് മെഷർ ഓഫ് സ്ക്യൂനെസ്സിൽ നിന്നും പഠിച്ച് വെക്കേണ്ട ഒരു ഇക്വേഷൻ അതാണ്. ഓക്കെ, ആൾസോ കോൾഡ് ക്വാർട്ടൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോൾ ഇതിനെ നമ്മൾ ബൗളീസ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും ക്വാർട്ടൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. കാരണം നമ്മൾ ക്വാർട്ടൈലിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബൗളീസിൻ്റെ മെഷർ ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കുന്നത്. ഇത് -1നും +1നും ഇടയിലാണ് വരുന്നതെന്നുള്ളതാണ്. ഇഫ് ബൗളീസ് മെഷർ ഓഫ് സ്ക്യൂനെസ് ഗ്രേറ്റർ ദാൻ 0, അതായത് SQB എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ബൗളീസ് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്നുള്ളതിനെയാണ്. അപ്പോൾ SQB ഗ്രേറ്റർ ദാൻ 0, അതായത് 0നേക്കാട്ടിലും വലിയ വാല്യൂ ആണ് നമുക്ക് എന്താണ് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിന് അല്ലെങ്കിൽ മെഷർ ഓഫ് സ്ക്യൂനെസ്സിന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെന്നും. ഇനി SQB ലെസ് ദാൻ 0 ആണെങ്കിൽ, അതായത് 0നേക്കാട്ടിലും ചെറിയ വാല്യൂ ആണ് നമുക്ക് ബൗളീസ് മെഷർ ഓഫ് സ്ക്യൂനെസ്സിനായിട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂനെസ്സും ആയിരിക്കും എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു രണ്ട് തിയറികളാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, ബൗളീസ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്നുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഡിസ്കസ് ദ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാഫിക്കൽ മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാഫിക്കൽ മെത്തേഡുകൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഐഡൻറ്റിഫൈങ് പാറ്റേൺസ് ഓർ ട്രെൻഡ്സ്. എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ആ ഡാറ്റ എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പാറ്റേൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മളൊരു ഗ്രാഫിക്കൽ, അതായത് ഗ്രാഫ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രാഫിക്കലി നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വൺ കോമൺ മെത്തേഡ് ഫോർ വിഷ്വലി റെപ്രസെൻറ്റിങ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബൈ യൂസിങ് എ ഹിസ്റ്റോഗ്രാം. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് എന്ത്? ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്താണെന്നുള്ളത് നോക്കാം. എ ഹിസ്റ്റോഗ്രാം ഈസ് എ ബാർ ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡാറ്റ സെറ്റ്. ഒരു ഡാറ്റ സെറ്റിൻ്റെ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റേൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അതെങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാർ ഗ്രാഫുകൾ യൂസ് ചെയ്തിട്ട് വരയ്ക്കും, അല്ലെങ്കിൽ ബാറുകൾ യൂസ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് വീഡിയോ ഞാൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തതിൽ ഹിസ്റ്റോഗ്രാമിൻ്റെ ഒരു 2 മാർക്കിൻ്റെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ 2015 ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലാട്ടോ വന്നിരിക്കുന്നത് 2 മാർക്കിന്. അപ്പോൾ അതിൽ ആ വീഡിയോയിൽ ഞാൻ ഹിസ്റ്റോഗ്രാമിൻ്റെ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കാം. ഓക്കെ, ഇനി ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ഡിസ്പ്ലേയിങ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് ഡാറ്റ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 0 to 10, 10 to 20 അങ്ങനത്തെ ഡാറ്റ, അതായത് ഗ്രൂപ്പ്ഡ് ഡാറ്റ. ആ ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഡാറ്റകളിലുള്ള ആ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് ഹിസ്റ്റോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ എക്സ് ആക്സിസ് ടിപ്പിക്കലി റെപ്രസെൻറ്റ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ആൻഡ് ദ വൈ ആക്സിസ് റെപ്രസെൻറ്റ് ദ ഫ്രീക്വൻസി ഓർ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ഡാറ്റ പോയിൻറ്റ്സ് വിത്തിൻ ഈച്ച് ഇൻ്റർവൽ. നമ്മളിവിടെ എക്സ് ആക്സിസിൽ നമ്മൾ വരയ്ക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റയിൽ 0 to 10, 10 to 20. അപ്പോൾ ആ ക്ലാസ്സുകളാണ് നമ്മൾ എക്സ് ആക്സിസിൽ വരയ്ക്കുക. വൈ ആക്സിസിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസികളായിരിക്കും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഡിവൈഡ് ദ ഡാറ്റ ഇൻ ടു ഇൻ്റർവെൽസ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇൻ്റർവെല്ലുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇപ്പം 10 ഇൻ്റർവെല്ലിലാണോ കൊടുക്കേണ്ടത്, അതായത് 0 to 10, 10 to 20 അങ്ങനെയാണോ, അല്ലെങ്കിൽ 0 to 5, 5 to 10 അങ്ങനെയാണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഡാറ്റേനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ ഇൻ്റർവെൽസിലോട്ട് മാറ്റണം എന്നുള്ളതാണ്. കൗണ്ട് ദ ഫ്രീക്വൻസി ഇൻ ഈച്ച് ഇൻ്റർവെൽ. ഓരോ ഇൻ്റർവെല്ലിലെയും ഫ്രീക്വൻസി നമ്മൾ എണ്ണിയിട്ട് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് വെക്കണം. ഇനി ഡ്രോ ദ ബാർസ്. നമ്മൾ എന്ത് ചെയ്യണം, ബാറുകൾ വരയ്ക്കണം. അതിനാദ്യം എന്ത് ചെയ്യണം, എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് എക്സ് ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസി മാർക്ക് ചെയ്യും. വൈ ആക്സിസിൽ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ ബാറിനെ നമ്മൾ ഓരോ ഇൻ്റർവെല്ലിലും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി അടിച്ച് നമ്മൾ അതിനെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ലേബൽ ആക്സിസ് ആൻഡ് ടൈറ്റിൽ. നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ആക്സിസ് എന്നും വൈ ആക്സിസ് എന്നുള്ളത് എന്താണ് നമ്മൾ കൊടുത്തത്. ഇപ്പം ഒരു ഇയറിലെ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ ബർത്ത് റേറ്റ് ഒക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ റേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, ഓരോ ഇയറിലെയും ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ ഏജും അതിൻ്റെ മാർക്കുകളും തമ്മിലുള്ള വ്യത്യാസമൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്താണ് എക്സ് ആക്സിസ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാർക്കാണെന്നുണ്ടെങ്കിൽ മാർക്ക് എന്നുള്ളത് എഴുതണം. വൈ ആക്സിസ് നമ്മൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എന്താണ് എത്ര കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് നമ്മൾ വൈ ആക്സിസിൽ കൊടുക്കണം. അതാണ് ലേബൽ ആക്സിസ് ആൻഡ് ടൈറ്റിൽ എന്ന് പറയുന്നത്. എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്യുകയും അത് എന്തിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മാർക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. പിന്നെ അതർ ഗ്രാഫിക്കൽ മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഇതും പിന്നെ ഹിസ്റ്റോഗ്രാമും കുറച്ച് നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഗ്രാഫിക്കൽ മെത്തേഡുകൾ വേറെ ഏതൊക്കെയാണുള്ളത് എന്നുള്ളതാണ്. നമ്മൾ കൂടുതലായിട്ടും ഹിസ്റ്റോഗ്രാമുകളാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ബാക്കിയുള്ളത് ഫ്രീക്വൻസി പോളിഗൺ ആണ്. ദർ ആർ ലൈൻസ് ഗ്രാഫ് ദാറ്റ് കണക്ട് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടോപ്പ് ഓഫ് ദ ബാർസ് ഇൻ എ ഹിസ്റ്റോഗ്രാം പ്രൊവൈഡിങ് എ സ്മൂത്ത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കും. ആ ഹിസ്റ്റോഗ്രാമിൻ്റെ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു റെക്റ്റാങ്കിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബാറുകളാക്കിയിട്ട് വരയ്ക്കുന്നത്. ആ ബാർ ഇപ്പോൾ ഒരു സെൻറ്റിമീറ്ററിലാണ് നമ്മളൊരു ബാർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്റിമീറ്ററിൻ്റെ പകുതി എടുക്കുക, അതായത് 0.5. അപ്പോൾ ആ ബാറിൻ്റെ ഏറ്റവും മുകളിൽ മിഡ് പോയിൻ്റ് മുതൽ അടുത്ത ബാറിൻ്റെ മിഡ് പോയിൻ്റായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്സ് എങ്ങനെയാണ്, ദീസ് കർവ്സ് ഷോ ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് അപ് ടു സർട്ടൻ വാല്യൂ പ്രൊവൈഡിങ് ഇൻസൈറ്റ് ടു ദ ഓവറോൾ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യും, ഫ്രീക്വൻസിനെ ആഡ് ചെയ്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെ നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ തന്നിട്ടുള്ള ഫ്രീക്വൻസീൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നത്. അത് നമുക്ക് ഗ്രാഫിക്കൽ എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഇനി ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ എന്താണ് താഴത്തുനിന്ന് അങ്ങനെ പോയിട്ട് മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട്സ് പറയുന്നുണ്ട്. ബോക്സ് പ്ലോട്ട്സ് ഡിസ്പ്ലേ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ സെറ്റ്. ഇതും നമുക്ക് ഡാറ്റ സെറ്റിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനെ കാണിക്കുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് ഷോവിങ് ദ മീഡിയൻ ക്വാർട്ടിൽസ് ആൻഡ് പൊട്ടൻഷ്യൽ ഔട്ട്ലെയേഴ്സ്. ഈ മീഡിയൻ ക്വാർട്ടിൽസ്, പൊട്ടൻഷ്യൽ ഔട്ട്ലെറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. റിപ്പീറ്റായിട്ട് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിനും 10 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. പിന്നെ സ്ക്യൂനെസ്, കർട്ടോസിസ് എന്തായാലും ചോദിക്കും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ദ ആവറേജ് ഓഫ് ഈച്ച് ആവറേജ്. ഓരോ ആവറേജിൻ്റെയും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ആവറേജുകൾ ഏതൊക്കെയാണ്, മീന്, മീഡിയൻ, മോഡ്. അപ്പോൾ ആ മീനിൻ്റെ
അഡ്വാൻറ്റേജ് പറയണം, ഡിസ്അഡ്വാൻറ്റേജ് പറയണം, മീഡിയൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറയണം, മോഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നിങ്ങളിതിൽ ഡിസ്കസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മീനിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് ഈസിലി കാൽക്കുലേറ്റഡ്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, മനസ്സിലാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ് ബൈ മാത്തമാറ്റിക്കൽ ഫോർമുല, അല്ലേ? മീൻ കാണുന്നതിന് നമുക്കൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള റിജിഡ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ട്, അല്ലേ? അതിപ്പോൾ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും സെയിം ഒരു ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് കൂട്ടരും ഉപയോഗിക്കുന്നത് സെയിം ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ അത് റിജിഡ്ലി ഡിഫൈൻഡ് ആണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ മീൻ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്, അല്ലേ? ഇപ്പോൾ 10 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ആ 10 ഒബ്സർവേഷൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, 10 ഒബ്സർവേഷൻസും ആഡ് ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ 10 ഒബ്സർവേഷനിൽ ഒരു ഒബ്സർവേഷൻ നമ്മൾ എഴുതാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ എന്തായിരിക്കും, ആ ഉത്തരം ആകെ തെറ്റുമെന്നുള്ളത്. അപ്പോൾ എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മീൻ കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് ലീസ് അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്, അതായത് സാമ്പിളിംഗ് ചൂസ് ചെയ്യുന്ന രീതികൾ, അതായത് സാമ്പിളിനെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സാമ്പിളിങ്ങിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ ചെറിയ രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ മീനിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, എക്സാമ്പിൾ കമ്പൈൻഡ് മീൻ. നമുക്ക് നമ്മൾ ആദ്യം മീൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനും നമുക്ക് ആ മീൻ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കമ്പൈൻഡ് മീൻ എന്നുള്ളത്. ഇനി അതിൻ്റെ മീനിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് മേ നോട്ട് ബി ആൻ ഒബ്സർവേഷൻ ഇൻ ദ റിയൽ ഡാറ്റ സെറ്റ്. എക്സാമ്പിൾ, ഇഫ് ദ ഒബ്സർവേഷൻസ് ആർ ഹോൾ നമ്പേഴ്സ് ദെയർ അരിത്മെറ്റിക് മീൻ മേ ടേൺ ഔട്ട് ടു ബി വാല്യൂ വിത്ത് ഡെസിമൽ പോയിന്റ്. അതായത് നമ്മൾ പറഞ്ഞു എല്ലാ ഒബ്സർവേഷൻസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ മീനിൽ ഒരു റിയൽ ഡാറ്റ സെറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഒരു 2 സംഖ്യ എടുക്കുകയാണ്, 2, 3 എന്ന് പറയുന്ന ഒരു ഡാറ്റ എടുത്തു, അതിൻ്റെ ആവറേജ് ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 2 + 3 = 5 ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്, 2. അപ്പം 5/2 എത്രയാണ്, 2.5 ആണ്. ഈ 2.5 എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ഡാറ്റ സെറ്റിലുള്ള ഒബ്സർവേഷൻ ആണോ? അല്ലല്ലോ. നമ്മുടെ റിയൽ ഡാറ്റയിലുള്ള ഒബ്സർവേഷൻ ഏതൊക്കെയാണ്, 2ഉം 3ഉം ആണ്. പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്, 2.5 ആണെന്നുള്ളതാണ്. അത് നമ്മുടെ റിയൽ ഡാറ്റ സെറ്റിലുള്ളതല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അരിത്മെറ്റിക് മീൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ മീൻ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ഡാറ്റ സെറ്റിലുള്ള ഒബ്സർവേഷൻ തന്നെ ആവണമെന്നില്ല എന്നുള്ളതാണ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് അതിനെ അഫക്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ നോമിനലോ ഓർഡിനൽ ഡാറ്റ. നോമിനലോ അല്ലെങ്കിൽ ഓർഡിനൽ ഡാറ്റയ്ക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മീൻ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അടുത്തത് ഏതാണ്, ആവറേജ്, മീഡിയൻ എന്ന് പറയുന്ന ആവറേജ് ആണ്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്ന അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമുക്ക് വേണമെങ്കിൽ അതിന് ഈസിലി ടു കാൽക്കുലേറ്റ് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനം നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഈസിലി ടു അണ്ടർസ്റ്റാൻഡ്, ഈസിലി ടു കാൽക്കുലേറ്റ് എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ മീനിന് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രീം വാല്യൂസ് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള. ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഗ്രാഫിക്കലി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീന് ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സൂട്ടഡ് മെഷർ ഫോർ ഓർഡിനൽ ഡാറ്റ. ഓർഡിനൽ ഡാറ്റയ്ക്ക് നമുക്ക് മീഡിയൻ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈസിലി ലൊക്കേറ്റഡ് ഈവൺ ഇഫ് ദ ക്ലാസ് ഇൻ്റർവെൽസ് ഇൻ ദ സീരീസ് ആർ അൺഈക്വൽ. നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് ഇൻ്റർവെലുകൾ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 0 to 10ഉം 10 to 15 ആണ് തരുന്നത്, 50 to 32 അങ്ങനെയൊക്കെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർവെല്ലുകൾ ഈക്വൽ അല്ലല്ലോ. എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ പറയുന്ന മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ എ ഡാറ്റ വിത്ത് ഓപ്പൺ എൻഡ് ക്ലാസ്. ഓപ്പൺ എൻഡ് ക്ലാസ്സുള്ള ഡാറ്റകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മീഡിയൻ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ഇതാണ്, ഇറ്റ് ഈസ് നോട്ട് റിജിഡ്ലി ഡിഫൈൻ. നമുക്കതിനെ റിജിഡ്ലി ഡിഫൈൻ ചെയ്തില്ല. അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സം ഓഫ് ദ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദ ഒബ്സർവേഷൻ എന്നുള്ളതാണ്. പക്ഷേ മീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിജിഡ്ലി ഡിഫൈൻഡ് അല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് സബ്ജക്ട് ടു അൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്സ്. എക്സാമ്പിൾ, ദർ ഇസ് നോ വേ ടു ഫൈൻഡ് കമ്പൈൻ മീഡിയൻ ഓഫ് 2 സെറ്റ്സ് ഇഫ് ദെയർ മീഡിയൻ ആർ ഗിവൺ. 2 മീഡിയൻ തന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അൾജിബ്രിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന മീഡിയൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ആസ് സ്റ്റേബിൾ ആസ് അരിത്മെറ്റിക് മീൻ. അരിത്മെറ്റിക് മീനിനെ പോലെ
പോലെ സ്റ്റേബിൾ അല്ല ഇത്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടല്ല. നമ്മളിപ്പോൾ ഒരു 5 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വെക്കും. എന്നിട്ട് ഏറ്റവും നടുക്കുള്ള സംഖ്യ ഏതോ അതാണ് നമ്മൾ മീഡിയനായിട്ട് എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടാണോ അവിടെ മീഡിയൻ കണ്ടുപിടിക്കുന്നത്? അല്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ആവറേജ് ഏതാണ്? മോഡാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം നിങ്ങൾ എന്തായാലും പഠിച്ച് വെക്കുക. നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് എഴുതി വയ്ക്കുക. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എന്ത് ചെയ്യുന്നില്ല? എക്സ്ട്രീം വാല്യൂസ് അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് ബീങ് അസർട്ടൈൻഡ് ഗ്രാഫിക്കലി. നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫിക്കലി ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഈസി ടു ഇൻ്റർപ്രറ്റ്. നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, അതായത് അത് മനസ്സിലാക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് കേട്ടോ. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എന്ത് ചെയ്തിരിക്കുന്നത്? മോഡുള്ളത്. നമ്മളെങ്ങനെയാണ് പറയുക? ഇപ്പോൾ 2 എന്ന് പറയുന്ന സംഖ്യ 4 പ്രാവശ്യം ആ ഒരു റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? 2ആണ് ആ ഒരു സീരീസിൻ്റെ മോഡ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ബാക്കിയുള്ള ഒബ്സർവേഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ പറയുന്നത്? അല്ല. ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ മോഡായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിജിഡ്ലി ഡിഫൈൻഡ് അരിതമെറ്റിക് മീൻ. എങ്ങനെയാണ് അരിതമെറ്റിക് മീൻ ഡിഫൈൻ ചെയ്ത പോലെയൊന്നും മോഡ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് കാപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് മോഡ് കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചിട്ട് വേറെ ഫർദർ ട്രീറ്റ്മെൻറ്റ്സിനൊന്നും നമുക്ക് ആ മോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗിവ് എ ബേസിക് ഐഡിയ അബൌട്ട് ഡാറ്റ. ഒരു ഡാറ്റയെ കുറിച്ച്, ഡാറ്റ എന്താണ് അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡാറ്റ എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ എന്തായാലും കൊടുക്കണമെന്നുള്ള. ഡാറ്റ റെഫേഴ്സ് ടു എനി കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ, ഫാക്ട്സ് ഓർ ഒബ്സർവേഷൻ. നമുക്ക് എന്ത് ഒബ്സർവേഷൻ ആയിക്കോട്ടെ, എന്ത് ഫാക്റ്റ് ആയിക്കോട്ടെ, എന്ത് ഇൻഫോർമേഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളക്ഷനെ നമ്മൾ ഡാറ്റ എന്നാണ് പറയുക. എനി കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ, ഏതൊരു ഇൻഫോർമേഷനും ഫാക്റ്റും ഒബ്സർവേഷനും ഒക്കെ നമ്മൾ എന്താ പറയുക? ഡാറ്റ എന്നാണ് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി റെക്കോർഡഡ്, മെഷേർഡ് ആൻഡ് അനലൈസ്ഡ്. നമുക്കതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും ആൻഡ് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി, ഡാറ്റ ഈസ് എ റോ മെറ്റീരിയൽ. ഡാറ്റ എന്ന് പറയുന്ന റോ മെറ്റീരിയലാണ് യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് മീനിങ് ഇൻസൈറ്റ്, ഡ്രോയിങ് കൺക്ലൂഷൻ ആൻഡ് മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻസ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? അതെന്താണ് ആ ഡാറ്റ പറയുന്നത്? ആ ഒരു ഡാറ്റേൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഡാറ്റയ്ക്ക് ഒരു മീനിങ് ഫുള്ള് തരാൻ വേണ്ടിയിട്ട് അതിന് പറ്റും. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഷൻസ് പറയാൻ പറ്റും. നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. നമുക്ക് റിസർച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് കുറച്ച് ഡാറ്റ കിട്ടും. ആ ഡാറ്റയ്ക്ക് ഒരു അർത്ഥം ഉണ്ടായിരിക്കും. ആ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്ത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിലൊരു കൺക്ലൂഷൻ എത്തുന്നത്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസിഷനിലോട്ട് എത്തുന്നതെന്നുള്ളതാണ്. ഇനി ടൈപ്സ് ഓഫ് ഡാറ്റ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയും, എന്നാലും ഞാനൊന്നുകൂടെ പറയാം. ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുണ്ട്. ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ കാറ്റഗറിക്കൽ ഡാറ്റ. അപ്പോൾ റെപ്രസെൻറ്റ് കാറ്റഗറീസ് ഓർ ലേബിൾസ് ആൻഡ് കനോട്ട് ബി മെഷേർഡ് ന്യൂമറിക്കലി. അതായത് കാറ്റഗറീസ് അല്ലെങ്കിൽ ലേബിൾസിനെയൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റകളാണ് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ കാറ്റഗറിക്കൽ ഡാറ്റ. ഇത് നമുക്ക് ഒരിക്കലും ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ന്യൂമറിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ന്യൂമറിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ് വെച്ച് ഒരിക്കലും നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് കളേഴ്സ്, ജെൻഡേഴ്സ് ഓർ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്. ഇതിനൊക്കെ നമുക്ക് നമ്പർ വെച്ച് പറയാൻ പറ്റുമോ? 2 എന്ന് പറയുന്ന ബ്ലൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്? നമുക്കതിനെ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റാത്ത ഡാറ്റകളെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നാണ് പറയുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡാറ്റ എന്തായിരിക്കും? കൺസിസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് സബ്ജക്ട് ടു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടായിരിക്കും അതിന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഡാറ്റ. അതായത് ഡിസ്ക്രീറ്റ് എന്നും അതുപോലെ കണ്ടിന്യൂസ് ഡാറ്റ എന്നും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റേനെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സോഴ്സസ് ഓഫ് ഡാറ്റ. നമുക്ക് ഡാറ്റ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, അതിൻ്റെ സോഴ്സുകൾ എവിടെ നിന്നാണ് എന്നുള്ളതാണ് അടുത്തത്. ഒന്ന് പ്രൈമറി ഡാറ്റയുണ്ട്, ഒന്ന് സെക്കൻഡറി ഡാറ്റയുണ്ട്. പ്രൈമറി ഡാറ്റ എന്താണ്? കളക്റ്റഡ് ഫസ്റ്റ് ഹാൻഡ് ഫോർ എ സ്പെസിഫിക് റിസർച്ച് പർപ്പസ്. ദിസ് മേ ഇൻവോൾവ് സർവേസ്, എക്സ്പെരിമെൻറ്റ്സ് ഓർ ഡയറക്റ്റ് ഒബ്സർവേഷൻസ്. അതായത് ഞാനിപ്പോൾ ഒരു റിസർച്ച് നടത്താൻ പോവുകയാണ്. ആ റിസർച്ചിൽ ഞാനാണ് ആദ്യമായിട്ട് ആ ഒരു ടോപ്പിക് എടുക്കുന്നതും ഞാനാണ് ആദ്യമായിട്ട് ആ ഒരു പോപ്പുലേഷനിൽ ഞാൻ ഒരു റിസർച്ച് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അവരിൽ ഒരു ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കും. എന്നിട്ട് അവർ ആൻസർ
ആൻസർ എനിക്ക് കിട്ടുമല്ലോ. ആ ഡാറ്റ എന്ന് പറയുന്നത് ആദ്യമായിട്ട് വരുന്നത് എൻ്റെ കയ്യിലാണ്, വേറെ ആരുടെ കയ്യിലും ആ സാധനം വന്നിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് ഹാൻഡ് വരുന്ന കളക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ആ ഡാറ്റകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അത് നമുക്ക് സർവേയിലൂടെയോ എക്സ്പെരിമെൻറ്റ്സിലൂടെയോ ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ ഒക്കെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇനി സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റ കളക്റ്റഡ് ബൈ സം വൺ എൽസ് ഫോർ എ ഡിഫറെൻറ്റ് പർപ്പസ്. ഇപ്പം ഞാൻ ഒരു കണ്ടുപിടിച്ച ആ ഒരു ഡാറ്റ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു കണ്ടുപിടിച്ച എൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് ആ ഡാറ്റ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് സെക്കൻഡറി ഡാറ്റയും. കാരണം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തത് തന്നെ നിങ്ങൾ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. പക്ഷെ എന്താണ് അവിടെ സെക്കൻഡറി ഡാറ്റ അല്ലേ, എൻ്റെ കയ്യിൽ വന്നിട്ടാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്, എക്സാമ്പിളായിട്ട് പറയുന്നത് പബ്ലിഷ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്, ഡാറ്റാ ബേസസ് ഓർ ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മളിപ്പോൾ ഈ ഡാറ്റാ ബേസസ് അല്ലെങ്കിൽ റിപ്പോർട്ട്സൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ്, അത് ഓൾറെഡി വേറെ ആരോ കണ്ടുപിടിച്ച സാധനം നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്നാണ് പറയുന്നത്. ഇനി ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സൈക്കോളജിയിലും ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. നോമിനൽ ലെവൽ എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഡാറ്റ വിത്ത് നോ ഇൻഹറൻറ്റ് ഓർഡർ ഓർ റാങ്കിങ്. അതിനൊരു ഓർഡറോ റാങ്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാറ്റഗറിക്കൽ ഡാറ്റയെ നമ്മൾ നോമിനൽ ലെവൽ എന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് കളേഴ്സ്, ജെൻഡേഴ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കളർ എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലൂ കാറ്റഗറി എടുത്തു, യെല്ലോ കാറ്റഗറി എടുത്തു, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കളറായിട്ട് നമ്മൾ തിരിക്കും എന്നുള്ള. പക്ഷേ അതിന് ഓർഡറോ അല്ലെങ്കിൽ ഒരു റാങ്കോ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ജെൻഡറും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഡാറ്റകൾ നമ്മൾ നോമിനൽ ലെവൽ എന്നാണ് പറയുന്നത്. ഇനി ഓർഡിനൽ ലെവൽ എന്താണ്, കാറ്റഗറിക്കൽ ഡാറ്റ വിത്ത് എ മീനിങ് ഓർഡർ ഓർ റാങ്കിങ്. അതായത് കാറ്റഗറിക്കൽ ഡാറ്റയ്ക്ക് ഒരു മീനിങ് ഉണ്ടായിരിക്കും, ഒരു ഓർഡർ ഉണ്ടായിരിക്കും, ഒരു റാങ്കിങ് ഉണ്ടായിരിക്കും, ഒരു മീനിങ് ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലെവൽ നമ്മൾ എങ്ങനെ പറയാം, ഒരു എക്സാം നടത്തി എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടീനെ ആയിരിക്കും നമ്മൾ ആദ്യം റാങ്കിൽ കൊടുക്കുക. അങ്ങനെ എന്തായിരിക്കും, താഴേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ലെവൽ നമുക്ക് ആ ഒരു ഓർഡറിന് എന്തുണ്ട്, ഒരു മീനിങ് ഫുൾ ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു റാങ്കിങ് ഉണ്ടല്ലേ. അങ്ങനത്തെ ഡാറ്റകളെ നമ്മൾ എന്തായിരിക്കും, ഓർഡിനൽ ലെവൽ എന്നാണ് പറയുന്നത്. ഇനി ഇൻ്റർവെൽ എന്താണ്, ഇൻ്റർവെൽ ലെവൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ വിത്ത് മീനിങ് ഓർഡർ ആൻഡ് ഈക്വൽ ഇൻ്റർവെൽസ് ബിറ്റ്വീൻ വാല്യൂസ് ബട്ട് നോട്ട് ട്രൂ 0 പോയിൻറ്റ്സ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്, അതിനൊരു മീനിങ് ആയിട്ടുള്ള ഓർഡർ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവെല്ലുകൾ തമ്മിൽ, അതായത് വാല്യൂസ് തമ്മിലുള്ള ഇൻ്റർവെല്ലുകൾ ഈക്വൽ ആയിരിക്കും. ഇപ്പം 0 to 10, 10 to 20, അവിടെ എന്താണ്, ഈക്വൽ ആണ് അല്ലേ, ആ ഇൻ്റർവെല്ലിൽ ഈക്വൽ ആണ്. അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. ബട്ട് നോട്ട് ട്രൂ 0 പോയിൻറ്റ്, ഒരു ട്രൂ 0 പോയിൻ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി റേഷ്യോ ലെവൽ എങ്ങനെയാണ്, ക്വാണ്ടിറ്റി ഡാറ്റ വിത്ത് മീനിങ് ഓർഡർ ഈക്വൽ ഇൻ്റർവെൽസ് ബിറ്റ്വീൻ വാല്യൂസ് ആൻഡ് ട്രൂ 0 പോയിൻറ്റ്. ബാക്കി മൂന്നെണ്ണത്തിനും ഉള്ള എല്ലാ ക്വാളിറ്റീസും കൂടിയിട്ടുള്ള ഒന്നാണ് റേഷ്യോ ലെവൽ. ഇവിടെ ട്രൂ 0 പോയിൻ്റ് ഉണ്ട്, ഒരു മീനിങ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്, ഈക്വൽ ഇൻ്റർവെൽസ് ആയിരിക്കും ആ ഒരു വാല്യൂസ് തമ്മിലുണ്ടാവുക. അതിനെയാണ് നമ്മൾ റേഷ്യോ ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹൈറ്റ്, വെയിറ്റ്, ഇൻകം, ഇത് വേരിയബിൾസ് ആണ് അതിൽ പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, ദ വേരിയബിൾ മാനിപ്പുലേറ്റർ ഓർ കൺട്രോൾഡ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതോ ആയിട്ടുള്ള വേരിയബിളിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നാണ് പറയുന്നത്. ഡിപെൻഡൻറ്റ് വേരിയബിൾ, ദ വേരിയബിൾ ബീയിങ് മെഷർഡ് ഓർ ഒബ്സർവ്ഡ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കാരണം നമ്മുടെ ഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഒരു ചേഞ്ച് ഉണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക, അതാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും എന്താണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ് ചോദ്യം. അതായത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവസ് ഓർഗനൈസിങ്, സമ്മറൈസിങ് ആൻഡ് പ്രസൻറ്റിംഗ് ഡാറ്റ മെഷേഴ്സ് സച്ച് ആസ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഫോൾ അണ്ടർ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു, അതിനെ സമ്മറൈസ് ചെയ്യുന്നു, അതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പം ആ ഒരു ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇങ്ങനെ കാണിക്കുകയാണെന്നുള്ളത്. നമുക്ക് അതിൽ എന്താണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. മീന്, മീഡിയൻ, മോഡ് എന്നുള്ളതൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് അതൊക്കെ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻവോൾവസ് മേക്കിംഗ് പ്രഡിക്ഷൻസ് ഓർ ഇൻഫറൻസസ് എബൌട്ട് എ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ എ സാമ്പിൾ ഓഫ് ഡാറ്റ. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സാമ്പിൾ ഓഫ് ഡാറ്റ ഉണ്ടാവുമല്ലോ, ഒരു ഡാറ്റ. ആ ഡാറ്റയുടെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പോപ്പുലേഷനെയും ആ ഒരു ഇതിനെയൊക്കെ നമ്മൾ ആ ഒരു പോപ്പുലേഷനെ
കുറിച്ച് നമ്മളൊരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫറൻസസ് അതിൽ നിന്നൊരു അനുമാനം നമ്മൾ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടെക്നിക് ലൈക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും റിഗ്രഷൻ അനാലിസിസും ഒക്കെ ഇതിൽ യൂസ് ചെയ്യും. ഇപ്പം നിങ്ങൾ റിസർച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു പോപ്പുലേഷനിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമുക്ക് എല്ലാ ആൾക്കാരും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറച്ച് സാമ്പിൾ ആയിരിക്കാം. ഇനി അതിനെന്ത് ചെയ്തിരിക്കുന്നത്, അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും നമ്മൾ ഈ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അവരിൽ നടത്തുന്ന ആ ഒരു റിസർച്ചിൻ്റെ ബേസ് ചെയ്ത് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും. അത് ആ ഒരു പോപ്പുലേഷനെ മൊത്തം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, ഇങ്ങനെയാണ് അവർ എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഡാറ്റകൾ നമ്മൾ എന്താണ് പറയുക, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. ഇനി ഡാറ്റ കളക്ഷൻ മെത്തേഡ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന് സർവേസ് ആൻഡ് ക്വസ്റ്റ്യനേഴ്സ്. നമ്മൾ സർവേയിലൂടെയും ക്വസ്റ്റ്യനേഴ്സും ഒക്കെ യൂസ് ചെയ്യും. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവേസും ക്വസ്റ്റ്യനേഴ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഇനി എക്സ്പെരിമെൻറ്റ്സ് എന്താണ്, മാനിപ്പുലേറ്റിംഗ് വേരിയബിൾസ് ടു ഒബ്സർവ് ദ എഫക്ട്സ്. അതായത് നമ്മൾ ഓരോ വേരിയബിൾസിനെയും മാനിപ്പുലേറ്റ് ചെയ്യും, എന്നിട്ട് എന്തായിരിക്കും ആ ഒരു എഫക്റ്റ് നോക്കുക എന്നുള്ളതാണ്. ഇനി ഒബ്സർവേഷണൽ സ്റ്റഡീസ്, കളക്ടിങ് ഡാറ്റ ബൈ ഒബ്സർവിങ് സബ്ജക്ട്സ് ഇൻ ദെയർ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അതായത് ആരെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി, ഇപ്പം നമ്മൾ പറയുകയാണ് ഒരു എന്താ പറയുക ഡോക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ പോയിട്ട് അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യും. അവരുടെ ഫീൽഡിൽ പോയിട്ട്, അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യണം. അത് നമ്മൾ ഒബ്സർവേഷണൽ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. ഇനി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെലക്ടിങ് എ സബ്സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ ടു റെപ്രസെൻറ്റ് ഇറ്റ്. അതായത് നമ്മൾ ഒരു റിസർച്ച് നടത്താൻ വേണ്ടി വിചാരിച്ചു, അതായത് ഡോക്ടേഴ്സിലാണ് ഇപ്പോൾ നമ്മൾ റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് ലോകത്ത് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാ ഡോക്ടേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പോപ്പുലേഷനായിട്ട് നമുക്ക് അല്ലെങ്കിൽ അവരെ നമുക്ക് എല്ലാവരിലും റിസർച്ച് നടത്താൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഡോക്ടേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. ആ ഒരു പോപ്പുലേഷനെ അവരെന്ന് പറയുന്നത് എന്തായിരിക്കും, ആ മൊത്തം പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സബ്സെറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ആർ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ദാറ്റ് പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ ഷേപ്പ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിനൊരു ഇൻസൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു രണ്ട്, കർട്ടോസിസ് ആയിക്കോട്ടെ സ്ക്യൂനെസ് ആയിക്കോട്ടെ, ആ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം അതിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, സ്ക്യൂനെസ്സും അതുപോലെ തന്നെ കർട്ടോസിസിൻ്റെയും ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്യൂനെസ് മെഷേഴ്സ് ദ അസിമെട്രി ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ അസിമെട്രീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്യൂനെസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ ഡാറ്റ ഈസ് കോൺസെൻട്രേറ്റഡ് മോർ ഓൺ വൺ സൈഡ് ഓഫ് ദ മീൻ ദാൻ അതർ. അതായത് മറ്റ് സൈഡിനെക്കാട്ടിലും വേറൊരു സൈഡിലാണോ കൂടുതലായിട്ടും ആ ഒരു മീൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് അവർ നോക്കുന്നത് എന്നുള്ളതാണ്. അതായത് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ബെൽ ഷേപ്പ്ഡ് ആയിരിക്കും, ഈക്വൽ, നമുക്ക് നടുക്ക് മുറിക്കുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ പാർട്ടായിരിക്കും. പക്ഷേ അസിമെട്രി എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ കൂടി നിൽക്കുന്നത്, ഒരു സൈഡിലായിരിക്കും ഏറ്റവും കൂടുതൽ മീൻ, ഒരു സൈഡിലായിരിക്കും, ഇപ്പോൾ ലെഫ്റ്റ് ആവാം റൈറ്റ് ആവാം. അപ്പോൾ അതിനെയാണ് നമ്മൾ അസിമെട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സ്ക്യൂനെസ് വാല്യൂ ഓഫ് 0 ഇൻഡിക്കേറ്റ്സ് എ പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു സ്ക്യൂനെസിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളതാണ്. ഇനി കർട്ടോസിസ് എന്താണ്, കർട്ടോസിസ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് പീക്കഡ്നെസ് ഓർ ഫ്ലാറ്റ്നെസ് ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫ്ലാറ്റ്നെസ് അല്ലെങ്കിൽ പീക്ക്നെസ്സിൻ്റെയൊക്കെ ഡിഗ്രീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർട്ടോസിസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ടെയിൽസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ കൊടുക്കുന്നത് എന്താണ്, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ടെയിലുകളെ കുറിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എ കർട്ടോസിസ് വാല്യൂ ഓഫ് 3 ഈസ് കൺസിഡേർഡ് നോർമൽ ഫോർ എ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ. 3 എന്ന് പറയുന്നത് കർട്ടോസിസിൻ്റെ വാല്യൂ നമുക്ക് 3 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷന് ആണ് എന്നുള്ളതാണ്. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ 3 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നോർമലാണ് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി പോസിറ്റീവ് കർട്ടോസിസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹെവിയർ ടെയിൽസിനെയും, വൈൽ നെഗറ്റീവ് കർട്ടോസിസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലൈറ്റർ ടെയിൽസിനെ ആയിരിക്കും. ഇതിൻ്റെ പിക്ചർ ഞാൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ ഒന്നും എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്ക്യൂനെസിൻ്റെയും അതുപോലെ തന്നെ കർട്ടോസിസിൻ്റെയും ഗ്രാഫ് നിങ്ങൾ വരച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ക്യൂനെസ്സിൻ്റെ ടൈപ്സ് എന്താണെന്നുള്ളതും കർട്ടോസിസിൻ്റെ ടൈപ്സ് എന്താണെന്നുള്ളതാണ്. സ്ക്യൂനെസ് ടൈപ്സ് നോക്കാം. പോസിറ്റീവ് സ്ക്യൂനെസ് ഇഫ് ദ ടെയിൽസ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്. ടെയിൽ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലോങ്ങർ ഓർ ഫാറ്റർ റൈറ്റ് ടെയിൽ. അതായത് ഏറ്റവും റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതെന്തായിരിക്കും റൈറ്റ് സൈഡിൽ ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കും. ആൻഡ് ദ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ മീഡിയൻ. അവിടെ എന്താണ് മീഡിയനെക്കാട്ടിലും മീൻ എന്തായിരിക്കും ഗ്രേറ്റർ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് സ്ക്യൂനെസ് എന്നാണ് പറയുന്നത്. ഇനി നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുമ്പോൾ ഇഫ് ദ ടെയിൽ ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ടെയിൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും ലെഫ്റ്റ് സൈഡിലായിരിക്കും ഏറ്റവും കൂടുതലുള്ള ടെയിൽ, അല്ലെങ്കിൽ ഏറ്റവും എന്താണ് അതിൻ്റെ പീക്ക് അല്ലെങ്കിൽ ആ ഒരു കേർവ് വരുന്നത് ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും എന്നുള്ളതാണ്. അവിടെ മീൻ എന്തായിരിക്കും മീഡിയനെക്കാട്ടിലും ചെറുതായിരിക്കും. അതിനെ നമ്മൾ നെഗറ്റീവ് സ്ക്യൂനെസ് എന്നാണ് പറയുന്നത്. ഇനി കർട്ടോസിസ് ടൈപ്സ് എന്താണെന്നുള്ളത് നോക്കാം. 3 തരമാണുള്ളത്. മീസോകേർട്ടിക്, ലെപ്റ്റോകേർട്ടിക് ആൻഡ് പ്ലാറ്റികേർട്ടിക്. മീസോകേർട്ടിക് ഇഫ് ദ കർട്ടോസിസ് ഈസ് 3 ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ആസ് ദ സെയിം ടെയിൽ ബിഹേവിയർ ആസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. കർട്ടോസിസ് എന്ന് പറയുന്നത് 3 ആണെന്നുണ്ടെങ്കിൽ, ഈ മീസോട്ടിക് എന്ന് പറയുമ്പോൾ കർട്ടോസിസിൻ്റെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പോലെ തന്നെ സെയിം ബിഹേവിയർ കാണിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് മീസോകേർട്ടിക് എന്നുള്ളതാണ് പറയുന്നത്. ദിസ് ഈസ് കൺസിഡേർഡ് എ മീസോകേർട്ടിക് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ലെപ്റ്റോകേർട്ടിക് എന്ന് പറയുമ്പോൾ ഇഫ് ദ കർട്ടോസിസ് ഗ്രേറ്റർ ദാൻ 3, 3നെക്കാട്ടിലും കൂടുതലാണ് ഈ ഒരു കർട്ടോസിസിൻ്റെ വാല്യൂ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ലെപ്റ്റോകേർട്ടിക് ആയിരിക്കും. അതിന് ഹെവിയർ ടെയിൽസും അതുപോലെ തന്നെ മോർ പീക്കഡ് ഷേപ്പും ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനി പ്ലാറ്റികേർട്ടിക് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദ കർട്ടോസിസ് ഈസ് ലെസ് ദാൻ 3, 3 എന്ന് പറയുന്ന വാല്യൂവിനെക്കാട്ടിലും താഴെയായിരിക്കും എന്ത് കർട്ടോസിസിൻ്റെ വാല്യൂ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പ്ലാറ്റികേർട്ടിക് ആയിരിക്കും. അതിൻ്റെ ടെയിൽസ് എന്ന് പറയുന്നത് ലൈറ്റർ ടെയിൽസും അതുപോലെ തന്നെ ഫ്ലാറ്റർ ഷേപ്പിലായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയാം. സ്ക്യൂനെസ് എങ്ങനെയാണ് 0 വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇനി ടെയിൽ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് സ്ക്യൂനെസ്സും ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സ്ക്യൂനെസ്സും ആയിരിക്കും. ഇനി കർട്ടോസിസ് എങ്ങനെയാണ് 3 വാല്യൂ ഇൻഡിക്കേറ്റിംഗ്, കർട്ടോസിൻ്റെ വാല്യൂ 3 കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്. 3നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഹെവി ടെയിൽസും 3നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ടെയിൽസും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2015 ലാസ്റ്റ് 6 മാർക്കിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീനും മീഡിയൻ മോഡും എന്താണെന്നുള്ളത് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അവരുടെ 3ൻ്റെയും ഡെഫിനിഷൻസ് തമ്മിലാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മീൻ ഈസ് ദ അരിതമെറ്റിക് ആവറേജ് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ്. ഒരു സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ അരിതമെറ്റിക് ആവറേജിനെയാണ് നമ്മൾ മീൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ സമ്മിങ് അപ്പ് ഓൾ ദ വാല്യൂസ് ആൻഡ് ഡിവൈഡിങ് ബൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്മൾ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുന്നത്? എല്ലാ ഒബ്സർവേഷനും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് മീൻ. ഇനി മീഡിയൻ എന്താണ്? ദ മീഡിയൻ ഈസ് ദ മിഡിൽ വാല്യൂ ഓഫ് എ ഡാറ്റ സെറ്റ് വെൻ ഇറ്റ് ഈസ് ഓർഡേർഡ്. If there is an even number of observation, the median is average of 2 middle values. നമ്മൾ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മീഡിയൻ തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ ഓർഡറിൽ വയ്ക്കും. എന്നിട്ട് ഏറ്റവും നടുക്കുള്ള വാല്യൂവിനെ നമ്മൾ മീഡിയൻ എന്നുള്ളതുകൊണ്ട് പറയുന്നത്, അല്ലേ? മീഡിയൻ എന്ന് പറയുന്നത് നടുക്കുള്ള വാല്യൂ ആയിരിക്കും. ഇനി അഥവാ ഇവൺ നമ്പേഴ്സ് ഒറ്റ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ, അതായത് 5, 3, 7 അങ്ങനത്തെ ഒബ്സർവേഷൻ, 7 ഒബ്സർവേഷൻ 5 ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിഡിലിൽ ഒരൊറ്റ വാല്യൂ കിടക്കുകയുള്ളൂ, അത് മീഡിയൻ ആണ്. ഇനി ഇവൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇരട്ട സംഖ്യ 2, 4, 8 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിലിൽ 2 വാല്യൂസ് വരും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? 2 മീഡിയൻ. ആ 2 വാല്യൂസിൻ്റെ ആവറേജ് ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി മോഡ് എന്താണ്? ദ മോഡ് ഈസ് ദ വാല്യൂ ദാറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ എ ഡാറ്റ സെറ്റ്. ഒരു ഡാറ്റ സെറ്റിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നത് ഏതാണോ ആ വാല്യൂ ആണ് മോഡ്. അപ്പം ഒരു ഡാറ്റയിൽ 3 എന്ന് പറയുന്ന വാല്യൂ ഒരു 5 പ്രാവശ്യം റിപ്പീറ്റായി വന്നു, ഒരു 10 ഒബ്സർവേഷനിൽ 5 പ്രാവശ്യം റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മോഡ് എന്തായിരിക്കും? 3 ആണെന്നുള്ളതാണ്. ഈ ഡാറ്റ സെറ്റ് മേ ഹാവ് 1 മോഡ്, മോർ ദാൻ 1 മോഡ് ആൻഡ് ഓർ നോ മോഡ് അറ്റ് ഓൾ. ചിലപ്പോൾ ഒരു ഡാറ്റ സെറ്റിൽ ഒരു മോഡേ കാണുള്ളൂ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാണാം, ചിലപ്പോൾ മോഡേ കാണില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളതാണ് കൂടുതലുള്ള. മീൻ നമ്മളെങ്ങനെയാണ്? എല്ലാ ഒബ്സർവേഷൻസും ആഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. പിന്നെ മീഡിയൻ ആണെന്നുണ്ടെങ്കിൽ ഓഡ് നമ്പർ നമ്മൾ n+1/2 ഒബ്സർവേഷൻ ചെയ്യും. എന്താ മീഡിയൻ ഇവൺ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ n/2
അതുപോലെ തന്നെ ഓർ n/2 n/2+1 എന്നുള്ളത് നമ്മൾ ചെയ്യുന്നുള്ള. മോഡിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണോ അതിനെ നമ്മൾ മോഡായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇനി യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. മീൻ ദ സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം ദ മീൻ ഈസ് ആൾവേസ് 0. അതായത് മീനിൻ്റെ സം ഓഫ് ഡീവിയേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും 0 ആയിരിക്കും. ഇനി മേക്കിംഗ് ഇറ്റ് ബാലൻസ് പോയിന്റ് ആൻഡ് ഇറ്റ് കൺസിഡർ എവറി ഡാറ്റ പോയിന്റ്. എല്ലാ ഡാറ്റ പോയിന്റിനെയും അത് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മീഡിയൻ എന്ന് പറയുമ്പോൾ ഡിവൈഡ്സ് ദ ഡാറ്റ സെറ്റ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാറ്റ സെറ്റിനെ 2 ഈക്വൽ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് ഒന്നും അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. മോഡ് നോട്ട് നെസസറിലി യൂണീക്ക്. എ ഡാറ്റ സെറ്റ് മേ ഹാവ് 1 മോഡ്, മോർ ദാൻ 1 മോഡ് ഓർ നോ മോഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡിന് ചിലപ്പോൾ ഒരു മോഡായിരിക്കാം ഒരു ഡാറ്റ സെറ്റിൽ, ചിലപ്പോൾ ഒന്നിലധികം മോഡുകൾ ഉണ്ടാവാം, ചിലപ്പോൾ മോഡ് തന്നെ കാണാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഇതിലൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ആഡ് ചെയ്തിട്ടുണ്ട്. 10 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ തിയറി ആയിട്ടാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ 2015 ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിക്കും. പിന്നെ അതിലുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഞാൻ പ്രോബ്ലം സോൾവിങ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2015 തിയറി ക്വസ്റ്റ്യൻസ് അവസാനിച്ചു. അപ്പോൾ നമുക്കതെന്താണെന്നുള്ളത് നോക്കാം. എക്സ്പ്ലെയിൻ ദ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി മെഷർ ഓഫ് വേരിയബിലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 10 മാർക്കിനായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. മെഷർ ഓഫ് വേരിയബിലിറ്റി ആൾസോ നോൺ ആസ് എന്താണ്, മെഷർ ഓഫ് ഡിസ്പേർഷൻ. മെഷർ ഓഫ് വേരിയബിലിറ്റി നമ്മൾ മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്നും പറയുന്നുണ്ട്. ക്വാണ്ടിഫൈ ദ സ്പ്രെഡ് ഓർ ഡിസ്പേർഷൻ ഓഫ് എ ഡാറ്റ സെറ്റ്. ഒരു ഡാറ്റ സെറ്റിൻ്റെ ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്പ്രെഡിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് പറയുന്നതാണ് മെഷർ ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. ദേ പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഡിഗ്രി ടു വിച്ച് ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സ് ഡീവിയേറ്റ് ഫ്രം ദ സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡാറ്റ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സ്, അതിൻ്റെ ഡിഗ്രീനെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശം. നമുക്ക് ഇത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് ആ വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. ഒന്നാമത്തെ കിടക്കുന്നത് റേഞ്ചാണ്. അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ദ റേഞ്ച് ഈസ് ദ സിംപ്ലസ്റ്റ് മെഷർ ഓഫ് വേരിയബിലിറ്റി. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെഷർ ഓഫ് വേരിയബിലിറ്റിയാണ് റേഞ്ച്. ആൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഇൻ എ ഡാറ്റ സെറ്റ്. റേഞ്ച് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? റേഞ്ച് ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂയിൽ നിന്നും നമ്മൾ മിനിമം വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടുമെന്നുള്ള. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത്. ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് പ്രൊവൈഡ് എ ക്വിക്ക് ഓവർവ്യൂ ഓഫ് ദ സ്പ്രെഡ്. ആ ഒരു സ്പ്രെഡിനെ കുറിച്ചിട്ട് ഒരു പെട്ടെന്ന് തന്നെ ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ട് അത് ഒരു ഓവർവ്യൂ തരുന്നു. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് റേഞ്ച് എന്നുള്ളതാണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? സെൻസിറ്റീവ് ടു ഔട്ട്ലേയേഴ്സ് ആൻഡ് മേ നോട്ട് റിഫ്ലക്ട് ദ ഓവറോൾ ഡിസ്ട്രിബ്യൂഷൻ. എല്ലാ ഡിസ്ട്രിബ്യൂഷനെയും അത് എന്ത് ചെയ്യുന്നില്ല, റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര ഔട്ട്ലേയേഴ്സിന് ഭയങ്കര സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത വരുന്നത് വേരിയൻസ് ആണ്. ഡെഫിനിഷൻ എന്താണെന്നുള്ളതൊക്കെ. വേരിയൻസ് മെഷേഴ്സ് ദ ആവറേജ് സ്ക്വാഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് പോയിന്റ് ഫ്രം ദ മീൻ. മീനിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ പോയിന്റിൻ്റെയും ആവറേജ് സ്ക്വാഡ് ഡീവിയേഷൻ മെഷർ ചെയ്യുക എന്നുള്ളതാണ് വേരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രിഹെൻസീവ് വ്യൂ ഓഫ് ഓവറോൾ വേരിയബിലിറ്റി ഇൻ ദ ഡാറ്റ സെറ്റ്. ഒരു ഡാറ്റ സെറ്റിലെ എല്ലാ വേരിയബിലിറ്റീനെയും കൂടെ എല്ലാ വേരിയബിലിറ്റീൻ്റെയും ഒരു വ്യൂ കൊടുക്കുക എന്നുള്ള ഒരു വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് പ്രൊവൈഡ്സ് എ മോർ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേരിയബിലിറ്റി. നമുക്ക് നല്ല രീതിയിൽ ആ ഒരു വേരിയബിലിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഡിസ്അഡ്വാൻറ്റേജ് ദ സ്ക്വാഡ് യൂണിറ്റ്സ് മേക്ക് ഇൻ്റർപ്രിട്ടേഷൻ ചലഞ്ചിങ് ആൻഡ് ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഔട്ട്ലേയേഴ്സിന് സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ഓരോ സ്ക്വാഡ് യൂണിറ്റ്സുകളും ആ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നതിൽ ഭയങ്കര ചലഞ്ചിങ് ആവും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നുണ്ട്. ഡെഫിനിഷൻ എന്താണ്? ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ്. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസിന് നമ്മൾ സിഗ്മ സ്ക്വയർ എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ സിഗ്മ എന്നുള്ളതാണ്. അത് റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ റൂട്ടൊന്നുമില്ല, പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുമ്പോൾ വേരിയൻസ് നമ്മൾ റൂട്ട് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അതാണ് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ്. ഇറ്റ് പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് ദ ആവറേജ് ഡീവിയേഷൻ ഫ്രം ദ മീൻ ഇൻ ദ ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ഡാറ്റ. ഒരു ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ഡാറ്റയിൽ മീൻ ഉണ്ടാവുമല്ലോ, ആ ഒരു അരിത്മെറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. ആ മീനിൽ നിന്ന് ഉണ്ടാകുന്ന ആവറേജ് ഡീവിയേഷനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു മെഷർ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഈസിയർ ടു ഇൻ്റർപ്രറ്റ് ദാൻ വേരിയൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഈസിയർ ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡിസ്അഡ്വാൻറ്റേജ് സെൻസിറ്റീവ് ടു
ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ആണ് ഡെഫിനിഷൻ. ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എക്സ്പ്രസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ മീൻ. അതായത് ഇവിടെ മീനിനെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പെർസെൻറ്റേജ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ കമ്പയറിംഗ് ദ റിലേറ്റീവ് വേരിയബിലിറ്റി ഓഫ് ഡാറ്റ സെറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് സ്കെയിൽസ്. ഇവിടെ റിലേറ്റീവ് വേരിയബിലിറ്റി മറ്റ് ഡിഫറെൻറ്റ് സ്കെയിൽസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്വാൻറ്റേജ് അലോസ് ഫോർ ദ കമ്പാരിസൺ ഓഫ് വേരിയബിലിറ്റി ബിറ്റ്വീൻ ഡാറ്റ സെറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ഡിഫറെൻറ്റ് യൂണിറ്റ്സുകൾ തമ്മിൽ ആ ഡാറ്റ സെറ്റിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് അലോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഡിസോർഡൻറ്റേജ് നോട്ട് സൂറ്റബിൾ വെൻ ദ മീൻ ഈസ് ക്ലോസ് ടു സീറോ. സീറോയ്ക്ക് അടുത്താണ് നമ്മുടെ മീൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി മെഷർ ഓഫ് വേരിയബിലിറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് കേട്ടോ. ഇനി ദി പ്രൊവൈഡ് എ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്പ്രെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ആ ഒരു ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മെഷർ ഓഫ് വേരിയബിലിറ്റിയിലൂടെ നമുക്ക് ആ ഒരു ഡാറ്റേൻ്റെ സ്പ്രെഡ് അതുപോലെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. യൂസ്ഫുൾ ഫോർ കമ്പയറിംഗ് ഡാറ്റ സെറ്റ് ഓർ അസസിങ് ദ കോൺസിസ്റ്റൻസി ഓഫ് ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷൻസ് എത്രത്തോളം കോൺസിസ്റ്റൻസിയാണ് അല്ലെങ്കിൽ കോൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അസസ് ചെയ്യാനും മറ്റുള്ളവയുമായിട്ട് ആ ഡാറ്റ സെറ്റുകൾ നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ നമുക്ക് മെഷർ ഓഫ് വേരിയബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള. ഇനി ഡിസഡ്വാൻറ്റേജ് ഓഫ് മെഷർ ഓഫ് വേരിയബിലിറ്റി എന്താണ്? സം മെഷേഴ്സ് ആർ സെൻസിറ്റീവ് ടു എക്സ്ട്രീം വാല്യൂസ് ഓർ ഔട്ട്ലെയേഴ്സ്. എക്സ്ട്രീം ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഔട്ട്ലെയേഴ്സിനോട് കുറച്ച് മെഷേഴ്സുകൾ എന്താണ്, വളരെ സെൻസിറ്റീവ് ആണ്. ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ക്യാൻ ബി ചലഞ്ചിങ് എസ്പെഷ്യലി ഫോർ വേരിയൻസ് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ പറഞ്ഞല്ലേ, വേരിയൻസ് കുറച്ചുകൂടെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഭയങ്കര ചലഞ്ചിങ് ആണ്. അതായത് മനസ്സിലാക്കാൻ വെച്ചാൽ അതിൽ നിന്ന് കാര്യങ്ങളിങ്ങനെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ഡിഫറെൻറ്റ് മെഷേഴ്സ് മേ ബി സൂട്ടബിൾ ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഓർ റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷേഴ്സുകൾ നമുക്ക് എന്താണ്, പല പല റിസർച്ച് ക്വസ്റ്റ്യൻസും ഡിഫറെൻറ്റ് ടൈപ്സുകളാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ 10 മാർക്കിന് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.